ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ. ഇന്നലെ തോനെ ആയതുകൊണ്ട് അവിടെ വെച്ച് നിർത്തിയിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച് വൃത്തിയാക്കാമെന്ന് വെച്ചു കേട്ടോ. അത് കാരണം ഈ ഇടിയപ്പത്തിൻ്റെ ഇത് സ്റ്റാൻഡ് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അത് കാരണം ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇതിനെ ഒന്ന് ഇഡലി പാത്രത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ മോള് വന്ന് പ്ലാനിങ് ഒക്കെ മാറ്റി. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ അത് തിളപ്പിച്ച് ഞാൻ വെച്ച് പെട്ടെന്ന് തന്നെ എങ്കിൽ പിന്നെ അതുണ്ടാക്കിയാൽ ജോലിയും കഴിയുള്ളൂ, രാത്രത്തേക്കും ആവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ചോറ് മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇപ്പം 6 മണിയായി. അങ്ങനെ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഇട്ടു. അപ്പം പിന്നെ ഉപ്പൊക്കെ ഇട്ട് അറിയാമല്ലോ, പിന്നെ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി അങ്ങ് മാറ്റി വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് കുതിർന്ന് വരട്ടെ എന്ന് വെച്ചിട്ടേ. പണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും കുഴയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളം കുറച്ച് തണുത്തതിന് ശേഷം കൈ വെച്ചൊക്കെ ബലമായിട്ട് കുഴയ്ക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നമുക്കങ്ങനെ എല്ലാം എന്താ പറയുന്നത് പഠിച്ച് വരണമല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ആരും വരുന്നതല്ലേ. ആദ്യമൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. വെള്ളം വെച്ച് തണുക്കാനായിട്ട് കാത്തിരിക്കും, എന്നിട്ട് കൈ വെച്ച് കുഴയ്ക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇടിയപ്പം റെഡിയാവാത്തതുമില്ല. കാരണം നല്ല തിളച്ച വെള്ളത്തിൽ വെന്ത് വന്നാലേ പഞ്ഞി പോലെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച് തിളച്ച വെള്ളത്തിൽ ഒഴിച്ചിട്ട് മാവ് ഇങ്ങനെ കുതിർന്ന് വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് ഇനി നല്ല വൃത്തിയായിട്ട് ഒതുക്കി കുഴച്ചെടുക്കും ഒന്ന് തണുത്ത് വരുമ്പം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ മാറ്റിയെന്ന് വെച്ചാൽ മോൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗോതമ്പ് എടുത്ത് കുറച്ച് പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ, നമ്മൾ ചപ്പാത്തിയുടെ പരുവം. അപ്പോൾ ഇത് ഉരുട്ടിയിട്ട് പൊരിച്ചു കൊടുത്താൽ അവൾക്ക് തിന്നാനും ആവും. അതൊരു സന്തോഷമല്ലേ. നമ്മൾ മക്കൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ, എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നല്ല താല്പര്യമാണെന്നറിയാലോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം തട്ടി എൻ്റെ പുറത്തുകൂടൊക്കെ വീണ് കേട്ടോ. അതിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ കറി എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കറി ഇരിപ്പുണ്ട്, കടലക്കറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓമൻ ചേച്ചി കൊണ്ടുവന്ന് ആദ്യമേ അവൾക്ക് അന്ന് രാവിലെ വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ വൈകുന്നേരം ഞാൻ കഴിക്കാടുത്തപ്പോൾ പിന്നെ അവളും വന്നു. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ എന്താ പറയുന്നത് കുറച്ച് തിരളിയപ്പമൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മധുരവും ഉണ്ട്, നല്ല തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലിങ്ങ പൊരിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത് നല്ല സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ, അവൾ സഹായിച്ച് തരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടി അതൊരു സന്തോഷമല്ലേ. എനിക്കതിനെ ഒരുപാട് സഹായിക്കുകയൊന്നും വേണ്ട, പക്ഷേ കൂടെ ഒരാളുണ്ടെങ്കിൽ ഒരു സന്തോഷം കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും. പിന്നെ ചേട്ടൻ എപ്പോഴും അടുക്കളയിൽ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. പിന്നെ മോളും എപ്പോഴും കാണുമല്ലോ. പിന്നെ പരീക്ഷയായതുകൊണ്ട് ഇപ്പം ഞാൻ അധികം അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്തെങ്കിലും വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറയും പോയിരുന്ന് പഠിച്ചോളാൻ പറയും. അങ്ങനെ പിന്നെ ഇത് ഉണ്ടാക്കാൻ വൈകിട്ടായതുകൊണ്ട് പിന്നെ മോള് എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് വന്ന് അങ്ങനെ നല്ല കിരീരാന്നോ എന്തോ വേണമെങ്കിലും പറയാട്ടോ ഉണ്ടാക്കാം. അന്നേരം ഞാൻ പറഞ്ഞു മോളെ കുറച്ച് ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് പൊരിക്കാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ ഉരുട്ടി വെച്ചിട്ട് എനിക്ക് ആദ്യം പേടിയായിരുന്നു കേട്ടോ, പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത് അറിയാൻ വയ്യ, കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവൾ കഴിച്ചാൽ പറഞ്ഞ് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ തേങ്ങ ഇനി പൊട്ടിച്ച് അത് പൂളിയെടുത്ത് ഇതൊക്കെ ആക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനൊന്നും നിന്നില്ല. അങ്ങനെ നല്ല പൊരിച്ച് വെച്ചു. കുറച്ചൊക്കെ അവളിങ്ങനെ തിന്നുകൊണ്ട് ഒക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നാൽ പിന്നെ അപ്പോൾ വലിയ എണ്ണയൊന്നും കുടിച്ചില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് കുറേ മലക്കറിയും പിന്നെ നമ്മൾ മീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാനത്ത് വെള്ളത്തിലിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പം പിന്നെ ഒരു തട്ട് മോൻ പീച്ചി തന്നിട്ട് പോയി. അത് എളുപ്പമില്ല, എന്നെ കൊണ്ട് വലിയ പാടാട്ടോ. പിന്നെ ഞാൻ അവനങ്ങ് സുമാറ്റയ്ക്ക് പോയി. പിന്നെ അത് എല്ലാ മലക്കറികളും ഓരോ പാത്രത്തിൽ ഇട്ട് വെക്കുക. ഇങ്ങനെ പറക്കി വെക്കുമ്പോൾ ഓരോ പാത്രത്തിൽ ഇട്ട് വെക്കാനായിട്ട്, കഴുകാനുള്ളത് കഴുകാനും. ഇപ്പോൾ എല്ലാം നിരത്തി വെച്ചതാണ്. എല്ലാം മാറ്റി ഇട്ടിച്ചില്ലെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിനകത്ത് തണുപ്പ് കുറവാണ് കേട്ടോ. എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം മാറ്റി വെക്കണം, വെട്ടുമലക്കറി ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത മാവൊക്കെ റെഡിയാക്കി വെക്കും. ഇനി ഞാൻ തന്നെ പിച്ചണം കേട്ടോ. മോക്കും പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഇടയ്ക്ക് വന്നിങ്ങനെ പിടിച്ച് തന്നു അടിയിൽ ഭാഗം. അപ്പോൾ ഞാൻ മേളിങ്ങനെ കറക്കിയെടുത്ത് അങ്ങനെയൊക്കെ. ഇത് പിന്നെ എളുപ്പമായിരുന്നു കേട്ടോ. നല്ലതായിട്ട് മാവ് കിട്ടിയാൽ നമുക്ക് എളുപ്പമാണല്ലോ. ചിലത് നല്ലതായിട്ട് കുഴഞ്ഞു വന്നില്ലെങ്കിൽ പിന്നെ പാടായിരിക്കും പീച്ചാൻ. അങ്ങനെ നമ്മൾ ഇടിയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഉള്ളതൊക്കെ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അങ്ങനെ മീൻ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി കഴുകിയൊക്കെ വെച്ചു. അപ്പം ഞാൻ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാനായിട്ട് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.